नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 36. കേശി മഥനവും വ്യോമാസുരവധവും. പേജ് നമ്പർ 340. പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ പരസ്പരം പ്രവർത്തിപ്പിച്ച് അങ്ങയുടെ പൂർണ്ണവും നിയതവുമായ ആസൂത്രണമനുസരിച്ച് അങ്ങ് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചു. അങ്ങു തന്നെ അതിനെ നിലനിർത്തുന്നു, അങ്ങു തന്നെ അതിനെ സംഹരിക്കുന്നു. ഈ പ്രവർത്തനങ്ങളൊന്നും അങ്ങയെ ബാധിക്കുന്നില്ല. എങ്കിലും അങ്ങാണ് നിത്യമായുള്ളതിനെ നിയന്ത്രിക്കുന്നത്. പ്രിയപ്പെട്ട ഭഗവാനെ, രാജാക്കന്മാരെന്നു പറയപ്പെടുന്ന അസുരന്മാരെ മുഴുവൻ നിഗ്രഹിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങ് ഈ ഭൂമുഖത്ത് അവതരിച്ചിട്ടുള്ളത്. രാജാക്കന്മാരുടെ വേഷം ധരിച്ച ഈ ഭീകര വേതാളങ്ങൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ധർമ്മ സംരക്ഷണത്തിനും ദുഷ്ടശിക്ഷണത്തിനും വേണ്ടിയാണ് അങ്ങയുടെ ആഗമനമെന്ന് അങ്ങു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനാൽ പ്രിയപ്പെട്ട ഭഗവാനെ, ചാണൂരൻ, മുഷ്ടികൻ തുടങ്ങിയ മല്ലന്മാരെയും മദയാനകളെയും നിഗ്രഹിക്കുന്ന ഭഗവാൻ കൃഷ്ണനെ തന്നെയും എനിക്ക് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയുമെന്നു ഞാൻ കരുതുന്നു. തുടർന്ന് ശംഖൻ, യവനൻ, മുരൻ, നരകാസുരൻ തുടങ്ങിയ മറ്റ് അസുരന്മാരെയും അങ്ങ് ഹനിക്കുന്നത് എനിക്ക് കാണാമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. സ്വർലോകത്തു നിന്നും അങ്ങ് പാരിജാതം കൊണ്ടുവരുന്നതും ദേവേന്ദ്രനെ തന്നെ പരാജയപ്പെടുത്തുന്നതും എനിക്ക് കാണാൻ ഇടയാകണമേ. നാരദൻ തുടർന്നു. ശൂരന്മാരായ രാജാക്കന്മാരുടെ പെൺമക്കളെ ക്ഷത്രിയ വീര്യം കാട്ടി അങ്ങ് പരിഗ്രഹിക്കുന്നതും എനിക്ക് കാണാനിടയാക്കി തരേണമേ. സുന്ദരിയും യോഗ്യയുമായ ഒരു സ്ത്രീയെ പാണിഗ്രഹണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ക്ഷത്രിയൻ അവിടെ മത്സരത്തിനെത്തുന്നവരോടെതിർത്ത് വിജയം വരിക്കണം. അപ്പോൾ അവനു അവളെ വിവാഹം കഴിച്ചു കൊടുക്കും. ഇതായിരുന്നു അക്കാലത്തെ ഒരു സമ്പ്രദായം. മൃഗമഹാരാജാവിനെ അദ്ദേഹത്തിൻ്റെ നാരകീയാവസ്ഥയിൽ നിന്നു മോചിപ്പിക്കുന്നതും എനിക്ക് കാണാം. ഇത് അവിടുന്ന് ദ്വാരകയിൽ നടത്തേണ്ട ലീലയാണ്. സ്യമന്തകരത്നം വീണ്ടെടുക്കുന്നതും പത്നിയെ നേടുന്നതും എനിക്കു കാണാറാകണം. അതുപോലെ തന്നെ പരലോകപ്രാപ്തനായ ബ്രാഹ്മണപുത്രനെ തിരിച്ചു കൊണ്ടുവരുന്നതും തുടർന്ന് കാശി നഗരം ചുട്ടുചാമ്പലാക്കുന്നതും
പൗണ്ഡ്രകനെ നിഗ്രഹിക്കുന്നതും ഞാൻ കാണുമാറാകണം. യുദ്ധത്തിൽ യുധിഷ്ഠിരനു വേണ്ടി ചേതവനെയും ദന്തവക്രനെയും വധിക്കുന്നതും എനിക്കു കാട്ടിത്തരണമേ. ഇതിനൊക്കെ പുറമെ മറ്റനേകം ധീരകൃത്യങ്ങൾ അങ്ങയുടെ ദ്വാരകാലീലയിൽ എനിക്കു കാണാൻ അവസരമുണ്ടാകും. അതുമല്ല, അവിടുത്തെ ലീലാവിലാസങ്ങൾ മഹാകവികൾ എക്കാലവും പാടിപ്പുകഴ്ത്തുകയും ചെയ്യും. കുരുക്ഷേത്രത്തിൽ അങ്ങ് സുഹൃത്തായ അർജുനൻ്റെ സാരഥിയായിരിക്കും. തുടർന്ന് യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ശത്രുവൃന്ദങ്ങളെ മുച്ചൂടും കാലസ്വരൂപനെന്ന നിലയിൽ അങ്ങ് പരാജയപ്പെടുത്തും. അസംഖ്യം സായുധ ശക്തികളെ ആ യുദ്ധഭൂമിയിൽ വച്ച് അങ്ങു കൊന്നൊടുക്കും. പ്രഭോ, ഞാൻ അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യട്ടെ. അങ്ങ് പൂർണ്ണമായും സച്ചിദാനന്ദത്തിൻ്റെ അതീന്ദ്രിയാവസ്ഥയിലാണ്. അങ്ങ് സ്വയം പൂർണ്ണനാണ്, ആഗ്രഹങ്ങൾക്കൊക്കെ അതീതനാണ്. സ്വന്തം ആന്തരികമായ ശക്തി വെളിവാക്കിക്കൊണ്ട് അങ്ങ് മായയുടെ സ്വാധീന ശക്തി സംസ്ഥാപിച്ചിരിക്കുന്നു. അവിടുത്തെ സീമാതീതമായ ശക്തി ആർക്കും അളക്കാവതല്ല. ഭഗവാനെ, അങ്ങാണ് പരമനിയന്താവ്. അങ്ങു സ്വന്തം ആന്തരിക ശക്തിക്കധീനനാണ്. അങ്ങയുടെ സൃഷ്ടികളിൽ ഏതിനോടെങ്കിലും അങ്ങയ്ക്ക് വിധേയത്വമുണ്ടെന്നു കരുതുന്നത് കേവലം മിഥ്യയാണ്. ഹരേ കൃഷ്ണ.